എന്താണ് അതിന്റെ മര്യാദകൾ? നഖം വെട്ടുന്നതിനെ കുറിച്ച് എല്ലാവരും പടച്ചവനെ, ആണുങ്ങളും പെണ്ണുങ്ങളുമെല്ലാം നഖം വളർത്തി നടക്കുന്നവരാണ്. എന്താണ് അതിന്റെ മസലകളെന്ന് ഞാനും നിങ്ങളും പലപ്പോഴും ചിന്തിച്ചിട്ടില്ല. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി നഖം നീട്ടി വളർത്താൻ സത്യവിശ്വാസിക്ക് പാടുള്ളതല്ല. കയ്യിലെയും കാലിലെയും നഖമിങ്ങനെ നീട്ടി വളർത്തിയിട്ട് നടക്കുന്നവർ പലരും പറയും, ഉസ്താദേ, എന്റെ നഖത്തിനടിയിൽ അഴുക്കുകളില്ലല്ലോ, ഞാൻ വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവര് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കയ്യിലും കാലിലും നഖമിങ്ങനെ നീട്ടി വളർത്തിയിട്ട് നടത്താൻ പാടുള്ളതല്ല. പ്രവാചകന്മാരുടെ ചര്യകളിൽ അറിയപ്പെടുന്ന ചില കാര്യങ്ങളാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്മാരുണ്ടല്ലോ, ആ പ്രവാചകന്മാരുടെ ചര്യകൾ നിങ്ങൾ എടുത്തു നോക്ക്. അവരെങ്ങനെ നഖം നീട്ടി വളർത്തി നടന്നവരല്ല. എന്റെ പ്രിയമുള്ളവരെ, അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അൽ ഫിത്രതു ഖംസുൻ ഔ ഖംസുൻ മിനൽ ഫിത്രതി അൽ ഖിതാൻ വൽ ഇസ്തിഹദാദ് വനതുഫുൽ ഇബ്തി വതഖലീമുൽ അൾഫാർ വഖസ്സു ശാരിബി. പ്രവാചകന്മാരുടെ സുന്നത്തുകൾ അവിടുന്ന് എണ്ണി പറയുകയാണ്. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, 5 കാര്യങ്ങൾ ശുദ്ധ പ്രകൃതിയിൽ പെട്ടതാണ്. അത് പ്രവാചകന്മാരുടെ ചര്യകളിൽ പെട്ടതാണ്. 1, ചേലാക്രമം ചെയ്യല്, ഗുഹ്യഭാഗത്തെ രോമങ്ങൾ നീക്കം ചെയ്യല്, കച്ചത്തിലെ രോമങ്ങൾ പറിച്ചു മാറ്റല്, നഖം വെട്ടല്, മീശ വെട്ടി ചെറുതാക്കല് എന്നിവ പ്രവാചകന്മാരുടെ സുന്നത്തുകളിൽ പെട്ടതാണെന്ന് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു 5 കാര്യങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1, സുന്നത്ത് ചെയ്യുക, ചേലാകർമ്മം ചെയ്യുക. 2, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗുഹ്യഭാഗത്തെ രോമങ്ങൾ നീക്കം ചെയ്യുക. അതുപോലെ തന്നെ കക്ഷത്തിലെ രോമങ്ങൾ, അതുപോലെ നഖം വെട്ടുക, മീശ ചെറുതാക്കുക. ഇതൊക്കെ പ്രവാചകന്മാരുടെ സുന്നത്തുകളിൽ പെട്ടതാണ്. അന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ കാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്റും മിൻ ഫിത്രതി ഖസ്സു ശാരിബി വഇഫാഉൽ ലഹിയതി വസ്സിവാഖ്. മഹാനായ അഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസ്, 10 കാര്യങ്ങൾ പ്രവാചകന്മാരുടെ സുന്നത്തിൽ പെട്ടതാണ്. മീശ വെട്ടുക, താടി വളർത്തുക, പല്ല് തേക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, നഖം വെട്ടുക, എൻ്റെ പ്രിയമുള്ള കക്ഷത്തിലെ രോമങ്ങൾ പറിച്ചു മാറ്റുക, ഗുഹ്യരോഗങ്ങൾ നീക്കം ചെയ്യുക, ശൗചം ചെയ്യുക. ഇന്ന് പറയുന്ന ഈ 10 കാര്യങ്ങൾ പ്രവാചകന്മാരുടെ സുന്നത്തുകളിൽ പെട്ടതാണെന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. ഇതൊക്കെയാണ് പഠിപ്പിച്ചതെന്ന് പറയാതിരിക്കലാണ് നല്ലത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നഖം വെട്ടൽ സുന്നത്താണ് അല്ലേ? നഖം വെട്ടൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണല്ലോ നഖം വെട്ടുക. ഇത് എപ്പോഴാണ് ഒരു മനുഷ്യന് ആഴ്ചയിലാണോ വെട്ടേണ്ടത്? പരമനുഷ്യന്മാരെ, ആഴ്ചയിലാണോ വെട്ടേണ്ടത് അതോ എങ്ങനാ? ഒന്നും ചെയ്യാൻ നഖം വെട്ടുക. 2ാമത്തെ കാര്യം, നഖം വെട്ടുന്നത് എപ്പോഴൊക്കെയാണ്, അതിൻ്റെ യഥാർത്ഥ സമയമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 40 ദിവസം, 40 ദിവസത്തിൽ കൂടുതൽ കടന്നു പോകാൻ പാടില്ല എന്ന്. നമ്മുടെ ഗുഹ്യഭാഗങ്ങളിലെ രോമങ്ങൾ, കക്ഷത്തിലെ രോമങ്ങൾ, ഇതൊക്കെ ചിലർ വടിക്കാറില്ല, അതിങ്ങനെ വളർത്തി നടക്കും. ഒരു ശ്രദ്ധയുമില്ല, അവരതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. എൻ്റെ മീശ തന്നെ പലരും വെട്ടാറില്ല. പഠിച്ചോനെ, ചിലരൊക്കെ ഒരു സേമിയല്ലോ ഒരു പായസമല്ലോ കുടിച്ചു കഴിഞ്ഞാൽ മീശ മുഴുവനാകാറുണ്ട്. ചായ കുടിച്ചാൽ തന്നെ അല്ലേ ഇങ്ങനെ വളർത്തിയിട്ട് നടക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശുദ്ധി ഇസ്ലാം പഠിപ്പിച്ച, അപ്പം ശുദ്ധിയായിട്ട് നടക്കണം എപ്പോഴും. അതാ പറഞ്ഞത്, കുളിച്ചും നനച്ചൊക്കെ നടക്കണം. സുബ്ഹാനല്ലാഹ്, ആരോടാ പറയണത്? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അടച്ചവനെ, ഭാര്യയും കാണാൻ അടുക്കളയിൽ നിന്ന് കുളിക്കാതെ കയറി വന്ന ചാട്ടവ, അടുക്കളയിൽ നിന്ന് കരിയും തേച്ചോണ്ട് വന്നിരിക്കാവള് എന്ന് പറഞ്ഞ് ഭാര്യ ആ പാവ അടുക്കളയിലെങ്ങാനും നിന്ന് പാത്രമൊക്കെ കഴുകിയിട്ട്, ചോറൊക്കെ വിളമ്പി പാത്രമൊക്കെ കഴുകിയിട്ട് ആ പാവ ഒരു മാക്സി ഇട്ടുകൊണ്ട് ഒരു ഇത്തിരി നനഞ്ഞിരുന്ന ഭർത്താവ് കിടന്നിട്ട് എന്നാ ബഹളമെന്നറിയോ? ഓൻ കക്ഷത്തിലെ രോമം പഠിച്ചിട്ട് കാലം കുറയായി. ഓനാ പറയണേ, ഓനാ പഠിച്ചവനെ താടിയും മാടിയും മീശയും ഒന്നും വെട്ടത്തുമില്ല. അവനാ കുളിയെക്കുറിച്ച് ചർച്ച ചെയ്യണത്.
അല്ലാഹു അഅലം. പടച്ചവനെ, ചിലതിലൊക്കെ ഇന്നത്തെ ഈ കുട്ടികളൊക്കെ വല്ലാത്തൊരു ഫാഷനാപ്പ. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ കുട്ടികളുടെ മുടിയൊക്കെ കാണുമ്പോഴത്തേക്ക് എന്താപ്പ സുബ്ഹാനല്ലാഹ്, മാതാപിതാക്കളൊന്നും ഇത് കാണാറില്ലേ? മനുഷ്യൻ്റെ അവസ്ഥകൾ വലുത്. ഇന്നത്തെ ഞാനിങ്ങനെ ഇന്ന് മൊബൈൽ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഒരു വാർത്ത കണ്ടു, നാളത്തെ പത്രത്തിൽ കാണാം. 16 വയസ്സുള്ള അനിയൻ 20 വയസ്സുള്ള ജ്യേഷ്ഠനെ തല്ലിക്കൊന്നു മുറിച്ചിട്ട് വീടിൻ്റെ പറമ്പുകളിൽ കൊണ്ട് കുഴിച്ചിട്ടു. കാലം പോയത് നിങ്ങൾ ചിന്തിക്കണം. മഹാരാഷ്ട്രയിൽ 16 വയസ്സുള്ളവൻ 20 വയസ്സുള്ള ജ്യേഷ്ഠനെ കടന്നുറങ്ങാൻ കൊന്നിട്ട് വെട്ടിമുറിച്ച് വീടിൻ്റെ പറമ്പുകളിൽ കൊണ്ടൊക്കെ കുഴിച്ചിട്ടത്തെ. എന്തിനെന്നറിയോ? മൊബൈലിൻ്റെ ലോക്ക് മാറ്റിയിട്ട് മറന്നുപോയി, അറിയില്ല അത്ര തന്നെ. മൊബൈലിൻ്റെ ലോക്ക് പത്രത്തിൻ്റെ വാർത്തയിലുണ്ടായിരുന്നത്, മൊബൈലിൻ്റെ ലോക്ക് എങ്ങാണ്ട് ജ്യേഷ്ഠൻ അനിയൻ്റെ മൊബൈൽ എടുത്തിട്ട് ലോക്കിട്ട് മറന്നുപോയി. അതെന്നറിയണില്ല. ആ വാശി തീർത്തതാ. മക്കളുടെ മൊബൈലൊക്കെ എടുത്ത് ലോക്കിടുമ്പോൾ നോക്കിക്കോ, നമ്മളാരെന്നറിയോ? മൊബൈലിൽ കാണാം ഒരു കുട്ടി ഇങ്ങനെ മൊബൈലുമായിട്ട് നോക്കി നിൽക്കുക. വാപ്പ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ മൊബൈലുമായി കാത്തു നിൽക്കുന്നു. വാപ്പ അത്തഹയ്യാത്തിൽ ഇരുന്നിട്ട് പടച്ചോനെ അത്തഹയ്യാത്തിൽ ഓതിയിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കൈ ഇങ്ങനെ വെക്കുമ്പോൾ ആ കുഞ്ഞ് ഓടി വന്നിട്ട് ഫിംഗർ പ്രിന്റ് മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് ഓടുക. ആ കുട്ടി ഓടി വന്നിട്ട് വാപ്പ അങ്ങനെ കൈ അങ്ങോട്ട് നീട്ടിയപ്പോ മൊബൈൽ കൊണ്ടുവന്ന് അതീ വെച്ച് ഓണാക്കി ചിരിച്ചുകൊണ്ട് ഓടുന്നു അല്ലേ? ഈ വീഡിയോ പിടിച്ച ആ തള്ള ആരായിരിക്കും? നിങ്ങളൊന്ന് ആലോചിക്കേ. സുബ്ഹാൻ, ഞാനതാ ചിന്തിച്ചേ. ഞാൻ ചിന്തിച്ചത്, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ മുന്നിൽ അത്തഹിയ്യാത്തിലിരിക്കുന്ന പിതാവിന്റെ കയ്യിൽ കതും അല്ലാഹു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്കർഹൻ അല്ലാഹു ആണെന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ അങ്ങോട്ട് നീട്ടുമ്പോ ഓടിക്കൊണ്ട് വന്നിട്ട് പോവാ. ഈ വീഡിയോ പിടിക്കണ ആരാ? ഈ വീഡിയോ വിളിക്കുന്ന ഒരു മഹാനുണ്ടല്ലോ. അതാ ചിന്തിക്കേണ്ടത്. അതാണ് ഈമാൻ. അതാണ് ഈമാൻ. അത് പിടിച്ചിട്ട് യൂട്യൂബിൽ എടുത്തിടണമെങ്കിൽ അത് അതിനേക്കാളും വലിയ ഈമാൻ. ജംറയിൽ ചെന്ന് കല്ലെറിയുമ്പോൾ ശൈത്താനെയാ കല്ലെറിയുന്നത്. ശൈത്താൻ ചോദിക്കുന്നു, അളിയ നീ എന്നെ എറിയുന്നോടാണ്. ഇതേപോലെ ചോദിക്കണം, ഇതിൽ ആരാ ഏറ്റവും വലിയ ശൈത്താൻ? നിസ്കരിക്കുന്നവനോ മൊബൈലും കൊണ്ടുവന്ന് കാത്തു നിൽക്കുന്ന കുട്ടിയോ, അതോ ഇത് പിടിച്ച് മൊബൈലിൽ പകർത്തിക്കൊണ്ടിരിക്കുന്ന ഉമ്മയോ, അതോ ഇത് യൂട്യൂബിലിട്ട ആരാണെങ്കിലും ആരോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പലതിനേക്കാളും ഒന്നിനേക്കാളും മിച്ചമായിക്കൊണ്ടിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, 40 ദിവസം കടന്നു പോകരുത് എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഈ 40 ദിവസത്തിൻ്റെ ഇടയിൽ ഇതൊക്കെ നമ്മൾ ചെയ്തു വെക്കണം. 40 ദിവസമൊന്നുമല്ല, മാക്സിമമാണ് പറയുന്നത്. എത്ര നേരത്തെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ വൃത്തിയും ശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അള്ളാഹു നല്ല രീതിയിൽ ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. عن أنس بن مالك رضي الله تعالى عنه قال أنس وقت لنا في القص الشارب وتقليم الأظفار ونتف الإبط وحلق العانة ألا نترك أكثر من 40 ليلة. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അനസേ നീ നിന്റെ മീശ വെട്ടുക, നഖം മുറിക്കുക, കക്ഷത്തിലെ രോമം നീക്കം ചെയ്യുക, ഗുഹ്യഭാഗങ്ങളിലെ രോമങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ 40 രാത്രികളിൽ അധികം വിട്ടുകിടക്കരുതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മീശ വെട്ടുക, നഖം മുറിക്കുക. നമ്മൾ മീശ വടിക്കുക ചെയ്യുന്നത്. അള്ളാഹു പുറത്തിരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു പുറത്തിരുമാറാകട്ടെ. മീശ വെട്ടുക, നഖം മുറിക്കുക, കക്ഷത്തിലെ രോമം നീക്കം ചെയ്യുക, ഗുഹ്യഭാഗങ്ങളിലെ രോമങ്ങൾ നീക്കുക, 40 രാത്രികൾ വിട്ടുകിടക്കരുതെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ 40 ദിവസം വിട്ടുകിടക്കാൻ പാടില്ല എന്ന അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നഖം നീട്ടി വളർത്തൽ അനുവദനീയമല്ല. കാരണം നബി അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. വലിയ തെളിവുകളൊന്നും ചോദിച്ചു പോകണ്ട. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതവിടെ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിനൊന്നും പ്രവാചകൻ താടി വളർത്താൻ പറഞ്ഞിട്ടുണ്ട്. സുന്നത്തല്ലേ? പറ മനുഷ്യ, താടി വളർത്തൽ സുന്നത്താണോ? സുന്നത്താണോ? വെട്ടാതെ വളർത്തിക്കൊണ്ട് നടക്കാൻ പറഞ്ഞോ?
താടി വളർത്തൽ സുന്നത്ത എന്നും പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് നീട്ടി വളർത്താൻ തുടങ്ങിയ ഒന്ന് വെട്ടി വൃത്തിയാക്കണ്ടേപ്പാ, ഒന്ന് ശുദ്ധിയാക്കണമല്ലോ, അതൊക്കെ വേണം. മീശ അത് വെട്ടണം, വളർത്തിക്കൊണ്ട്. ചിലരുടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടി വെക്കാൻ പറ്റി. മറ്റേ ആ കാട്ടിയുള്ള ചങ്ങാതി ഉണ്ടായിരുന്നില്ല തമിഴ്നാട്ടില്, വീരപ്പനെ കണ്ടിട്ടില്ലേ? ചിലരുടെ മീശ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ പേടിപ്പിക്കാൻ. ഇതൊക്കെ വെട്ടിവെക്കണ സഹോദര, മീശയൊക്കെ വെട്ടുക. അതുപോലെ തന്നെ നമ്മുടെ ഗുഹ്യഭാഗങ്ങളിലെ രോമങ്ങൾ 40 ദിവസത്തിൽ കൂടുതൽ അത് കൊണ്ടു നടക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്കിലും മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില പെണ്ണുങ്ങൾ പഠിക്കണം. നമ്മുടെ സഹോദരിമാർ അവരെ കൈയുടെ നഖം മുറിക്കാതെ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ നഖത്തിൽ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്, പല മരുന്നുകളൊക്കെ ചേർക്കാറുണ്ട്. ഒരിക്കലും അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കൊച്ചുകുട്ടികളൊക്കെ, ചെറിയ മക്കളൊക്കെ എന്താ നഖത്തിലിടുന്നതിന്റെ പേരെന്താ? ഇതൊക്കെ ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ, വേറെന്തോ സാധനങ്ങളാ അല്ലേ, ഇങ്ങനെ ഇളക്കി കളയാൻ പറ്റുന്ന സാധനം. മൈലാഞ്ചിയൊക്കെ ആരാണ് അതുപോലെ കല്യാണം പറയണം മൈലാഞ്ചിയൊക്കെ ഇടുന്നെങ്കിൽ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നങ്ങനെയുള്ള സൗന്ദര്യവർദ്ധന വസ്തുക്കളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ഇവരൊക്കെ ജനാബത്തായി കുളിച്ച ശരിയാവോ? ഉളുവെടുത്ത ശരിയാകുമോ? ഒന്ന് ആലോചിച്ചു നോക്കിയ. ഒരു കാര്യവും അമലുകളൊന്നും നല്ല രീതിയിൽ ശരിയാകുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ ചില സ്ത്രീകൾ ഭംഗിക്ക് വേണ്ടി നഖം മുറിക്കാതെ 40 ദിവസത്തിലധികം ഇതിങ്ങനെ തേച്ചുകൊണ്ട് നടക്കുന്നു. പക്ഷെ മഹാനായ ശൈഖ് ഇബ്നുൽ ഖൗസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അത് അനുവദനീയമല്ല. 40 ദിവസം പൂർത്തിയായാൽ നഖം മുറിക്കൽ വാജിബാണെന്ന മഹാനവറുകൾ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 നഖം വെട്ടുന്നതിന് പ്രത്യേകമായിട്ട് വല്ല ദിവസവും ഉണ്ടോ? ഇന്ന ദിവസം നഖം വെട്ടണമെന്നുണ്ടോ? തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, അങ്ങനെ പ്രത്യേകമായിട്ട് വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി ഒരുങ്ങുക, അത്ര തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി ഒരുങ്ങുക. നേരത്തെ കുളിച്ച് അല്ലെ നല്ല വസ്ത്രം ധരിച്ച് തലയിൽ എണ്ണ തേച്ച് വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട അൽഹംദുലില്ലാഹ് ആ ജുമുഅ ദിവസത്തിനെ ആദരിക്കുക, ആ ജുമുഅ ദിവസത്തിന് വേണ്ടി ഒരുങ്ങുക. അതിന് വലിയ പ്രതിഫലമുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, വെള്ളിയാഴ്ച ദിവസത്തിന്റെ മര്യാദകളെ കുറിച്ച്, വെള്ളിയാഴ്ച ദിവസത്തിന്റെ അദബുകളെ കുറിച്ച് പ്രവാചകൻ പടന്ന് പഠിപ്പിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ കുളിക്കണേ, തലയിൽ എണ്ണ തേക്കണം, എന്നിട്ട് നിങ്ങൾ കുളിക്കണം, എന്നിട്ട് നല്ല വസ്ത്രം ധരിക്കണം, നിങ്ങൾ സുഗന്ധം തേക്കണം. പടച്ചവനെ, അതിന് വല്ലാത്ത പ്രതിഫലമുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടന്ന് പഠിപ്പിക്കുമ്പോ എൻ്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത പ്രതിഫലമുള്ള കാര്യമാണ്, വല്ലാത്ത പ്രതിഫലമുള്ള കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ നമ്മൾ വെറുതെ കാണരുത്, നിങ്ങൾ നിസ്സാരമായി കാണരുത്. പടച്ചവനെ, ചിലരതാ നഖം വെട്ടിക്കഴിഞ്ഞാൽ കടിച്ച് തിന്നുന്നവരുണ്ട്, കടിച്ചു തുപ്പുന്നവരുണ്ട്, ആ നഖം കുടിച്ചിടുന്നവരുണ്ട്, പടച്ചവനെ അല്ലാതെ വലിച്ചെറിയുന്നവരുണ്ട്. അതിനോടുള്ള കാര്യങ്ങൾ പലതും ഞാനും നിങ്ങളും ചെയ്യാൻ തയ്യാറാകുന്നില്ല. അത് നിസ്സാരമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന്റെ മഹത്വം നമ്മളിൽ പലരും മനസ്സിലാക്കുന്നില്ല. എങ്കിലും സുന്നത്ത് വെറുതെയല്ല, സുന്നത്ത് ചെറുതല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞല്ലോ, ഒരു കാലഘട്ടം വരും, അന്നാരെങ്കിലും എൻ്റെ ഒരു സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയ അവന് 100 ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പടച്ച റബ്ബേ, 100
100 ഷഹീദിന്റെ കൂലിയാണ്. പ്രവാചകന്റെ ഒരു സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കുന്നതിലൂടെ അതാ നമുക്ക് നേടാൻ കഴിയുന്നതെന്ന് മുത്തുനബി പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, സുന്നത്തിന്റെ പ്രതിഫലമറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച അല്ലാഹു തരുന്ന ഒരു പ്രതിഫലമറിയണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്റാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നോക്കുമ്പോ വല്ലാത്ത ഒരു സുഗന്ധമടിക്കുകയാ, വല്ലാത്ത ഒരു സുഗന്ധമടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീലേ, എവിടെ നിന്നാണ് വല്ലാത്ത ഒരു സുഗന്ധമടിക്കുന്നത്? അത് സ്വർഗത്തിന്റെ വാസനയാണ് നബിയേ, അത് സ്വർഗത്തിന്റെ പരിമളമാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, സ്വർഗത്തിന്റെ പരിമളം എവിടെ നിന്നാണ് അടിച്ചു വീശുന്നത്? സ്വർഗത്തിന്റെ പരിമളം എവിടെ നിന്നാണ് അടിച്ചു വീശുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിക്കുമ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കാണിച്ചു കൊടുക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ കാണുന്ന ഖബറിനകത്ത് നിന്നാണ് നബിയേ ഒരു ഖബർ കാണിച്ചു കൊടുക്കുകയാ. ആരുടെ ഖബറെന്നറിയുമോ? ആരുടെ ഖബറെന്നറിയുമോ? ഒരു പെണ്ണിന്റെ ഖബറാ. പടച്ചവനെ, ആ ഖബറിന്റെ അകത്ത് നിന്ന്, ഒരു പെണ്ണിന്റെയും മക്കളുടെയും ഖബറിന്റെ അകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. റബ്ബേ, എന്തേ കാരണമെന്നറിയുമോ? ആ ഖബറിന്റെ അകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശാനുള്ള കാരണം എന്താ? അതാരുടെ ഖബറെന്നറിയുമോ? റബ്ബേ, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയായ ഒരു പെണ്ണിന്റെ ഖബറാ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയായ പെണ്ണാ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. അല്ലാഹുവേ പ്രവാചകനായി അംഗീകരിച്ചു, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു, മൂസാ നബി പ്രവാചകനാണെന്ന് അംഗീകരിച്ചു. ആ സമയത്ത് മൂസാ നബി പറഞ്ഞു, പെണ്ണേ, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും നീ ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണേ, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങണേ. എന്റെ പ്രിയമുള്ളവരെ, ഫിർഔനിന്റെ പൊന്നാര മകളുടെ മുടി ചീകുന്നതിന് വേണ്ടി അതാ അവിടെ ഒരു ചീപ്പെടുത്തപ്പോ മൂസാ നബി പറഞ്ഞു കൊടുത്ത കാര്യം ഓർമ്മ വരികയാണ്. ഒരു പുതിയ ചീപ്പെടുക്കുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പടച്ചവനെ, അവിടുന്ന് ബിസ്മി പറയുകയാണ്. ഫിർഔനിന്റെ മകള് കേൾക്കുകയാണ്. അവസാനം ഫിർഔൻ അറിയുകയാണ്, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയായ മാസിത പടച്ചവനെ എന്ത് നന്മ ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണമെന്ന് മൂസാ നബി പഠിപ്പിച്ചു കൊടുത്തപ്പോ അത് ചെയ്യാൻ തയ്യാറായി. അവസാനം അവിടെ റബ്ബേ, മാസിത ബീവിയെ തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് വരിക്കുകയാ. അവിടെ തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിച്ചെന്ന് ചരിത്രം പറയുമ്പോ ആ മാസിത ബീവിയുടെ ഖബറിന്റെ അകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം ഇങ്ങനെ അടിച്ചു വീശുമ്പോ ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, ഇത് മാഷിതയുടെ ഖബറാണ് നബിയേ.
അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ച അല്ലാഹുവേ പ്രതിഫലമെന്തെന്നറിയുമോ? പ്രതിഫലമെന്തെന്നറിയുമോ? ഒരേ ഒരു പ്രതിഫലം പറഞ്ഞു തരാ ഉസ്താദേ. ലോക്ക്ഡൗൺ ആണല്ലോ, കൊറോണയാണല്ലോ, കച്ചവടമില്ലല്ലോ, പ്രയാസത്തിലാണല്ലോ, ഭക്ഷണത്തിന്റെ കാര്യം വല്ലാത്ത ബുദ്ധിമുട്ടിലാണല്ലോ, മക്കള് പട്ടിണിയായി പോകുമല്ലോ, പേടിക്കുന്ന മനുഷ്യ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം കേൾക്കണോ? അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം കേൾക്കണോ? നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ അല്ലാഹു നിനക്ക് ഭക്ഷണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ, നീ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്ത രീതിയിൽ അല്ലാഹു നിനക്കും കുടുംബത്തിനും ഭക്ഷണം തരികയാ. അല്ലാഹു നിനക്ക് റിസ്ക് തരികയാണ്. നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ പടച്ച റബ്ബ് നിനക്ക് ഭക്ഷണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു ഓർമ്മപ്പെടുത്തലാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങള്. പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അല്ലാഹു നിനക്ക് ഉദ്ദേശിക്കാത്ത രീതിയിൽ നിനക്ക് ഭക്ഷണം തരികയാ. അതുമാത്രമല്ല അല്ലാഹുവേ, എന്തൊരു സുഗന്ധമെന്നറിയുമോ? എന്തൊരു സുഗന്ധമെന്നറിയുമോ? ചിലരൊക്കെ മരിച്ചു കിടക്കുമ്പോ അവരുടെ ശരീരത്ത് പൊതിഞ്ഞിരുന്ന വസ്ത്രങ്ങൾക്ക് പോലും വല്ലാത്ത പരിമളമാ, വല്ലാത്ത ഒരു സുഗന്ധമാണ്. മരിച്ചു കിടന്ന സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രമൊക്കെ എടുത്തു നോക്കുമ്പോ അല്ലാഹുവേ, മഹാന്മാരുടെ മക്കാമുകളിലൊക്കെ കടന്നു പോകുന്നവർക്കറിയാ പടച്ചവനെ ഏർവാടിയിലും മുത്തുപ്പേട്ടയിലും അജ്മീറിലും നാഗൂരിലൊക്കെ പടച്ചവനെ ഒരുപാട് മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നവരുണ്ടല്ലോ. അവരുടെയൊക്കെ മക്കാമിന്റെ മുന്നില്, അവരുടെയൊക്കെ മക്ബറകളുടെ മുകളില് പടച്ചവനെ ഇട്ടിരിക്കുന്ന മുല്ലപ്പൂവിന് പോലും എന്തൊരു സുഗന്ധമാ. അല്ലാഹുവേ, അവിടുത്തെ പട്ടക്ക ബർക്കത്തിന് കൊണ്ടുവരുന്നവരുണ്ട്. എന്തൊരു സുഗന്ധമെന്നറിയോ? അല്ലാഹുവേ, അവരുടെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. മഹാന്മാരുടെയൊക്കെ ഖബറിന്റെ മുകളിൽ ഏർവാടിയിലും അജ്മീറിലൊക്കെ പോകാറുണ്ടല്ലോ. അല്ലാഹു ആ മഹാന്മാരുടെയൊക്കെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു സുഗന്ധമെന്നറിയോ? ഞാൻ കമ്മിറ്റിക്കാരുടെ കൂടെ പോയപ്പോ ഏർവാടിയിലും മുത്തുപ്പേട്ടയിലൊക്കെ പോയപ്പോൾ അല്ലാഹുവേ, മഹാനായ ദാവൂദ് ഹക്കീം വലിയുല്ലാഹി മുത്തുപ്പേട്ട ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ മക്കാമിൻ്റെ മുൻ ആ ഖബർസാനിൽ വെച്ചിരുന്നൊരു പട്ട് ഞാനിങ്ങനെ 2-3 ദിവസം മുമ്പ് ഇങ്ങനെ എടുക്കുമ്പോഴും എൻ്റെ മോൻ പറഞ്ഞ് എന്തൊരു മണവാവപ്പ. ഒരുപാട് നാളായി അവിടെ പോയിട്ട്. അല്ലാഹു മഹാന്മാരുടെ കാവൽ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊരു സുഗന്ധമെന്നറിയോ? ചിലരൊക്കെ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് ഊരിയെടുത്ത വസ്ത്രങ്ങൾക്ക് പോലും വല്ലാത്ത ഒരു സുഗന്ധം. അതാണ് പ്രായം ചെന്ന എപ്പോഴും ദിക്റുകളും സ്വലാത്തുകളും നോമ്പും ഒക്കെ ആയിട്ട് കഴിഞ്ഞിരുന്നവരൊക്കെ മരിച്ചിരുന്ന ഒരു കട്ടിലും ആ തുണിയൊക്കെ പോയി കിടക്കുമ്പോൾ ഒരു വല്ലാത്ത സുഖമാണ്. എന്തിനാ ഔലിയാക്കന്മാരുടെ കഥ പറയണേ? എന്തിനാണ് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളുടെ ചരിത്രം പറയുന്നത്? നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, ചിലരുടെയൊക്കെ വീട്ടിൽ നോക്കിയാൽ കാണാം ഒരു ചെറിയ തട്ടുപടി എന്ന് പറയും. അങ്ങനല്ലേ പറയാ? അതിന് അങ്ങനല്ലേ ഇപ്പൊ പറയാ? എന്താ ഇവിടെ പറയാ? നമ്മുടെ പണ്ട് കട്ടിലെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കട്ടില് പോലെ അല്ലല്ലോ. അതിന് നിങ്ങൾ എന്താ പറയാ? നിങ്ങളെന്താ ഇപ്പൊ വെടിയുണ്ടോലിരിക്ക? പണ്ടതിന് കട്ടിലെന്നല്ല പറയാ. പണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്ന അതിൻ്റെ മുകളിലിട്ട അങ്ങനെ സെൻട്രൽ ഗ്യാപ്പ് ഉണ്ടാവും. അതിനെന്താ ഒരു പേര് പറയാം? എന്താ 4 പലകകളടിച്ച തട്ടുപടി എന്നെന്തോ പറയാ. അതിന് പത്തനാപുരംകാരൊക്കെ അങ്ങനെ പറയാ. കാരണം എന്ന് പറഞ്ഞാൽ തലഭാഗത്ത് തലകണയ്ക്ക് പകരം പടച്ചവനെ ഒരു തടിയുണ്ടാകും തലവെക്കാൻ. അതിൻ്റെ മുകളിൽ മയ്യത്തിട്ട് കുളിപ്പിച്ചു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ തറയിൽ പോകും. അങ്ങനത്തെ ഒരു സാധനം. ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പം ഡബിൾ കോട്ട് കട്ടില്ല. അല്ലാഹു അഅലം. പടച്ചവനെ, കട്ടിലിനകത്ത് പൈസ വെക്കാനുള്ള അറയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമ്മളൊക്കെ അതിനകത്ത് പോയി ഒന്ന് കടന്നാൽ മതി. നമ്മുടെ ഉപ്പ കടന്ന സ്ഥലം, നമ്മുടെ ഉമ്മ കടന്ന സ്ഥലം, നാം അവിടെ പോയി ഒന്ന് തലവായൊന്ന് തലവെച്ച് കടന്നാൽ തന്നെ മനസ്സിന് വല്ലാത്തൊരാനന്ദം.
പൈസ കൊടുത്ത് പുതിയ വീട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേ, പൈസ വെച്ച് ലക്ഷങ്ങൾ കൊടുത്ത് നല്ല വിലപിടിപ്പുള്ള തടികളും ടൈലുകളും എല്ലാം കൊടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാ നിങ്ങളുടെ പഴയ വീട്ടിൽ കിടക്കണ സന്തോഷമുണ്ടോ? പറ, ഉണ്ടോ? നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ തറവാടുണ്ടല്ലോ, ചെറിയ വീടാണ്. അവിടെ പോയി കിടന്നുറങ്ങിയാൽ കിട്ടുന്നൊരു സന്തോഷം വേറെ എങ്ങും കിട്ടൂല. അതൊരു വല്ലാത്തൊരു സുഖമാണ്. ചെറുതാണെങ്കിലും ഒന്ന് പോയി കിടക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം. അതാ തറവാട്. അള്ളാഹു നമ്മുടെ വീടുകളിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രായമുള്ളവർ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിലെടാ ഉമ്മാനെ അങ്ങോട്ട് കൊണ്ടുപോ, ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടോ, വാപ്പാനെ നീ നോക്ക്, എനിക്ക് മാത്രമാണ് ജോലി, നീയും മോനല്ലേടാ തട്ടല്. പ്രായമുള്ളവർ ഏത് വീട്ടിലാണോ ഉള്ളത് ആ വീട്ടിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. വീട്ടിൽ ബർക്കത്ത് വേണോ? അത്തായം വാപ്പായും ഉമ്മായും കൊണ്ട് ഒരു ദിവസം വീട്ടിൽ നിർത്താം. അങ്ങനെ വേണം, മാറ്റി മാറ്റി നിർത്തണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച ഒന്ന്, ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 2, ചരിത്രം പറയുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറിൻ്റെ അകത്ത് നിന്ന് സ്വർഗത്തിൻ്റെ പരിമളം. അല്ലാഹുവേ, ഞങ്ങളുടെ ഖബറുകൾ സ്വർഗത്തിൻ്റെ പരിമളം അടിച്ചു വീശുന്ന ഖബറാക്കണേ തമ്പുരാനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ നിർത്തുകയാ. പരിശുദ്ധമായ മുഹറം മാസമാണ്. പരിശുദ്ധമായ മുഹറം മാസം അല്ലാഹു ആദരിച്ച മാസം, യുദ്ധം ഹറാമാക്കിയ മാസം, പല കാര്യങ്ങളും ചെയ്യരുതെന്ന് പറഞ്ഞ മാസം. ഈ മാസത്തെ അല്ലാഹു ആദരിച്ചു. അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കൽ എൻ്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ മുഹറം മാസം, അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഹറം 9, 10 പ്രത്യേകത എന്താ? ഓണസദ്യ തിന്നണം അല്ലേ? അപ്പൊ ഓണസദ്യ ആര് കഴിക്കും? മുഹറം 9, 10 നോമ്പ് പിടിക്കണ്ടേ? ഉണ്ടോ? തെളിവുണ്ടോ? തെളിവല്ല, തെളിവുണ്ട്. ആര് പിടിച്ചിട്ടുണ്ട്? അത്തായ അമ്മായി. അൽഹംദുലില്ലാ, അതാ നല്ല മറുപടി. നമ്മുടെ വാപ്പായും മായും പിടിച്ചിട്ടുണ്ട്, നമ്മുടെ ഉസ്താദന്മാരെ പിടിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. മുഹറം 9, 10 ബുധനും വ്യാഴവുമാണെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പ് പിടിക്കണം. മുഹറം 9, 10 നോമ്പ് പിടിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ആയുസ് തന്നാൽ മുഹറം 10 അന്ന് രാത്രി അൽഹംദുലില്ലാ ഇപ്പൊ തന്നെ 115 ഖത്തം ഓതി വെച്ചിട്ടുണ്ട് സഹോദരിമാര്. ഒരാഴ്ച കൂടെ അവർ ഖുർആൻ ഖത്തം ഓതും ഇൻഷാ അല്ലാഹ്. അടുത്ത വെള്ളിയാഴ്ച രാവിൽ ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ച് കൂടണം. അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകളുടെ അടയാളം പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മളെല്ലാവരും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അല്ല സിറാജിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ല ഷാജിക്കായി ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ മുബാസിക്കായി ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ നാസർക്കായി ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ല ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ചില അടയാളങ്ങളുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടണമെങ്കിൽ 10 അടയാളങ്ങൾ ഹദീസ് വിവരിച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയും വെള്ളിയും ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് പഠിക്കണം. എന്നിട്ട് ഖത്തമുൽ ഖുർആൻ നമുക്ക് ദുആ ചെയ്ത് സന്തോഷത്തോടു കൂടി പിരിയണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഇന്നലെ ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് 3 മാസക്കാലമായി ജയിലിൽ കിടക്കുന്ന, വാടക വീട്ടിൽ കിടക്കുന്ന കൊച്ചുമക്കളുള്ള ഒരു സഹോദരിക്ക് വേണ്ടി, ആ സഹോദരിയുടെ വസിയ്യത്തായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് മോചനം കിട്ടാൻ ദുആ ചെയ്തു. ഇന്ന് വൈകുന്നേരം ജമാഅത്തിന്റെ പ്രസിഡന്റിന്റെ മൊബൈലിലേക്ക് മെസ്സേജ് വന്നു, ഉസ്താദേ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് അല്ലാഹു മോചനം കൊടുത്തു. ഇന്നലത്തെ മജ്ലിസിന്റെ മാത്രം പ്രത്യേകത, ഇന്നത്തെ മജ്ലിസിലെ ദുആ കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ചിന്തിക്കണം. ഇന്നലത്തെ ഈ മജ്ലിസിൽ 1000 രൂപയാണെന്ന് തോന്നുന്നൊരു സഹോദരി തന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, വെന്റിലേറ്ററിലാണ്, ദുആ ചെയ്യണം. ഇന്നവർ പറഞ്ഞ വാക്കുകൾ, അവർ പറഞ്ഞ അറബി വാക്കിന്റെ അർത്ഥം പോലും എനിക്ക് മനസ്സിലായില്ല. ഒരു സഹോദരി വിളിച്ചിട്ട് അൽഹംദുലില്ലാ ഇതൊക്കെയോ പറയുന്നു. ഗൾഫിലെങ്ങാണ്ട് നിന്ന് സഹോദരിയാ. ആ സഹോദരി പറഞ്ഞതിന്റെ അർത്ഥം പോലും അവർ സന്തോഷം കാരണം, ഉസ്താദേ, വെന്റിലേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്, ഉസ്താദ് ദുആ ചെയ്യണം, ഉസ്താദ് ദുആ ചെയ്യണം.
അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നലത്തെ മജ്‌ലിസിലെ പ്രാർത്ഥനയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആള് കുറവാണെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ മജ്‌ലിസിൽ നമുക്ക് ദുആ ചെയ്ത് സന്തോഷത്തോടു കൂടി പിരിയാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ വഅദ് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട്, നിങ്ങൾക്ക് തിരിച്ചു തരാൻ വലിയ പബ്ലിസിറ്റികളോ ഒന്നുമില്ല. ആകെ തരാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ പള്ളിക്കകത്തിരുന്നു കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് വർഷക്കാലം സുജൂദ് ചെയ്ത മണ്ണാണ്. ഒരുപാട് വർഷക്കാലം അള്ളാഹുവിന് സുജൂദ് ചെയ്ത, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുടെ അനുഗ്രഹീതമായ കാലസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മണ്ണ. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യാനല്ലാതെ വേറൊന്നും തിരിച്ചു തരാനില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പള്ളിയുടെ വാർപ്പിന് വേണ്ടിയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അള്ളാഹു നിങ്ങൾക്ക് എന്താണോ നൽകിയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും പള്ളിയുടെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നവർ പറഞ്ഞു, ഉസ്താദേ, ചൊവ്വാഴ്ചയോ തിങ്കളാഴ്ചയോ എങ്കിലും കമ്പി കിട്ടിയാലേ കെട്ടാൻ തുടങ്ങാൻ പറ്റൂ. അതുകൊണ്ട് അതിനൊരു മാർഗം കണ്ടെത്തണം. ഇവിടെ മറ്റുള്ള തിരക്കിലാണ് പലരും എന്ന് അദ്ദേഹം പോലും ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട്, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പലതുള്ളി പെരുവെള്ളം അള്ളാഹുവിൻ്റെ പള്ളിയുടെ വാർപ്പ് നടത്തുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് ഒരു ചാക്ക് സിമെന്റിന്റെ പൈസയാണെങ്കിലും, ഒരു കിലോ കമ്പിയുടെ പൈസയാണെങ്കിലും നിങ്ങൾക്കത് ചെറുതായിരിക്കാം. അള്ളാഹുവിൻ്റെ മുന്നിൽ അത് വല്ലാത്ത പ്രതിഫലമുള്ളതാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് സദഖ ചെയ്യ്. അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവേ, നീ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. കുഞ്ഞാമു മകൻ സെയ്ദൂട്ടിയുടെ ഖബറിലേക്ക് ഒരു ജാരിയായ സദഖ. വീട്ടിലുള്ളവരുടെ അസുഖങ്ങൾ മാറുവാനും, ജനിച്ച് 40 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്ന, അസുഖം കാരണം വീട്ടിൽ വരാൻ കഴിയാത്ത കുട്ടിയും ഉപ്പയെ നോക്കാൻ വേണ്ടി നാട്ടിലേക്ക് വന്ന 2 സഹോദരങ്ങൾ തിരിച്ചു ജോലിയിൽ എത്തിച്ചേരുവാനും, തനിക്കും ഭർത്താവിൻ്റെ അടുത്തേക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ ചെല്ലാൻ ഒരു പ്രിയപ്പെട്ട സഹോദരി പട്ടാമ്പിയുടെ പരിസരത്തുള്ളതാ. ഇന്നലെ എന്നെ വിളിച്ചിട്ട്, ഉസ്താദേ, എൻ്റെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു, ഉസ്താദിൻ്റെ വഅദുകളൊക്കെ കേൾക്കാറുണ്ട്. പള്ളിക്ക് വേണ്ടി 25,000 രൂപ ഒരു സഹോദരി, പള്ളിയുടെ കമ്പി വാങ്ങുന്നതിന് വേണ്ടി 25,000. സൈറ എന്ന് തോന്നുന്ന സഹോദരിയുടെ പേര് എനിക്ക് ഓർമ്മ വരുന്നു. പട്ടാമ്പിയുടെ പരിസരത്തുള്ളതാ. അല്ലാഹുവേ, റഹ്മറഹീമായ കരുണക്കടലായ ദയാലുവായ അല്ലാഹ്, പടച്ചവനെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല തമ്പുരാനെ, ഈ പ്രസംഗത്തിലൂടെ മാത്രം പരിചയമുള്ള ഈ പള്ളിക്ക് വേണ്ടി പടച്ചവനെ, സെയ്ദൂട്ടിയുടെ ഖബറിലേക്ക് വേണ്ടി 25,000 രൂപ സദഖ ചെയ്തിരിക്കുന്നു. റബ്ബേ, സ്വീകരിക്കണേ അല്ലാഹ്. ഇതൊരു ജാരിയായ സദഖയാക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ആ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാഹ്. 40 ദിവസമായി ഹോസ്പിറ്റലിൽ കഴിയുന്ന കുഞ്ഞിനോട് നീ കരുണ കാണിക്കണേ തമ്പുരാന്. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ രക്ഷപ്പെടുത്തണേ തമ്പുരാന്. വിദേശത്തു നിന്ന് നാട്ടിൽ വന്ന് തിരിച്ചു പോകാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന 2 സഹോദരങ്ങൾ, അല്ലാഹുവേ, ഒരു വഴി തുറക്കണേ അല്ലാഹ്. രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആ പ്രിയപ്പെട്ട സഹോദരിയുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫ നൽകണേ അല്ലാഹ്. പടച്ചവനെ, എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന, ഒരു ദിവസം പോലും ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന ഒരു ഉമ്മയുണ്ട് തമ്പുരാനെ. ഉസ്താദേ, ഞങ്ങളുടെ വീട്ടിൽ വന്നൊന്ന് ദുആ ചെയ്യണേ എന്ന ആഗ്രഹത്തോടെ പറഞ്ഞ ഉമ്മ, അവരെ നീ പടച്ചവനെ അല്ലാഹുവേ ഈമാനുള്ള ഒരു മരണം കൊടുക്കണേ അല്ലാഹ്. നിലമ്പൂരിൽ നിന്നൊരു സഹോദരി തന്റെ ഉപ്പ മുഹറം 21-നും ഉമ്മ മുഹറം 29-നും മരണപ്പെട്ടു. 2 പേരുടെയും ഖബർ വിശാലതയ്ക്ക് വേണ്ടി അല്ലാഹുവേ 2 സ്ക്വയർ ഫീറ്റിന്റെ പൈസ സദഖ ചെയ്തിരിക്കുന്നു. റബ്ബേ, അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്.
സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. ചങ്ങനാശ്ശേരിയിൽ നിന്ന് നസീമ എന്ന സഹോദരി സ്വന്തമായിട്ട് വീടില്ല, എനിക്കൊരു വീട് വെക്കുവാൻ, തന്റെ ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ മാറുവാൻ, മരണപ്പെട്ടവരുടെ ഖബർ വിശാലതയ്ക്ക് വേണ്ടി അല്ലാഹുവേ സദഖ സ്വീകരിക്കണേ തമ്പുരാൻ. സ്വന്തമായിട്ടൊരു ഭവനം കൊടുക്കണേ തമ്പുരാൻ. അല്ലാഹുവേ എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. കണ്ണൂരിൽ നിന്നൊരു സഹോദരി പടച്ചവനെ, തന്റെ മകൻ വാഹനം ഓടിക്കുന്ന ആളായിരുന്നു. പടച്ചവനെ കോവിഡായി ഇപ്പം ജയിലിലാണ്. അല്ലാഹുവേ 3 മക്കളാണ്. ജയിൽ മോചനത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ സഹോദരൻ, അല്ലാഹുവേ നീ ജോലിയിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ആ കുടുംബത്തിന്റെ പ്രയാസം മാറ്റണേ അല്ലാ. മോചനം കൊടുക്കണേ അല്ലാ. റുബീന ഹമീദ് എന്ന സഹോദരിയുടെ ഭർത്താവിന്റെ ജോലിയിലുള്ള തടസ്സങ്ങൾ മാറുവാൻ, എല്ലാ തടസ്സങ്ങളും മാറ്റണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. പന്തളത്ത് നിന്നൊരു സഹോദരി കടങ്ങൾ വീടുവാൻ, മക്കൾക്ക് ഖൈറും ബറക്കത്തും ഉണ്ടാകാൻ, ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടാൻ സ്വീകരിക്കണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. കോഴിക്കോട് നിന്നൊരു സഹോദരൻ, തന്റെ മകന് 19 വയസ്സായി, ബുദ്ധിക്ക് വളർച്ച കുറവാണ്, നല്ല നിലയിലാകാൻ ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി പടച്ചവനെ സിമന്റ് സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ. ഷാഫിയായ അല്ലാ, ആ ഉമ്മയുടെ പ്രയാസം മാറ്റണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, പാലക്കാട് നിന്നൊരു സഹോദരി, തന്റെ ഭർത്താവ് ഗൾഫിലാണ്, മാസമായി ജോലിയില്ലാതെ, എത്രയും പെട്ടെന്ന് ജോലി ശരിയാകുവാൻ പടച്ചവനെ കോവിഡ് രോഗിയുമായിരുന്ന റബ്ബേ ഒരു നല്ല ജോലി കൊടുക്കണേ അല്ലാ. ജോലിയിൽ സ്ഥിരത കൊടുക്കണേ അല്ലാ. ശരീരത്തിന്റെ വേദനകൾ മാറ്റണേ അല്ലാ. നിന്റെ സംരക്ഷണം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ചങ്ങനംകുളത്ത് നിന്നൊരു സഹോദരി, തന്റെ ഭർത്താവിന് കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ടില്ല. അല്ലാഹുവേ, ഈ മജ്‌ലിസിന്റെ ബറകത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. ഒരു പ്രയാസവും വരുത്തല്ലേ അല്ലാ.